നമസ്കാരം, എല്ലാവർക്കും ദത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഹിസ്റ്ററി NCERTയുടെ 11th ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂ എംപയേഴ്സ് ആൻഡ് കിങ്ഡം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇത് KS ആണെങ്കിലും ഡിഗ്രി ലെവൽ മെയിൻസിന് ഇനി ഏൻഷ്യൻ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മൗര്യന്മാരെ പറ്റിയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗുപ്തന്മാരെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ ഹർഷചരിതനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അതുപോലെ പുലകേശിൻ II, അങ്ങനെയുള്ള ഒരുപാട് രാജാക്കന്മാരെ പറ്റിയിട്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ NCERTയിൽ നിന്നും പഠിക്കുന്നത്. ഇതിൻ്റെ എല്ലാം തന്നെ ഓരോ രാജാക്കന്മാരെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഡൈനാസ്റ്റീസിനെ പറ്റിയിട്ട് നമുക്ക് ഇൻഡെപ്ത് നോളജ് വേണം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ബേസ് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഡൈനാസ്റ്റീസിൻ്റെയൊക്കെ ബേസ് ഉറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചാപ്റ്ററിനകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂ എംപയർ ആൻഡ് കിങ്ഡം. ശ്രദ്ധിച്ചോളൂ, ആഫ്റ്റർ ദ ഡൗൺഫോൾ ഓഫ് മൗര്യാസ്, നമ്മൾ പറഞ്ഞു മൗര്യൻ എംപയർ എന്ന് പറയുന്നത് ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ തുടക്കത്തിലുണ്ടായിരുന്ന ശക്തമായ റൂളേഴ്സ് ആയിരുന്നു. അതിനുശേഷം മൗര്യന്മാരുടെ ഒരു അസ്തമയത്തോടു കൂടി പുതിയൊരു ഡൈനാസ്റ്റി വരുന്നു. അതിൻ്റെ പേരാണ് ഗുപ്ത ഡൈനാസ്റ്റി. എന്താണ് ഗുപ്തൻ എംപയർ എന്ന് പറയുന്നത്? ദിസ് പീരീഡ് ഈസ് നോൺ ആസ് ഗുപ്ത ഏജ്. അപ്പോൾ മൗര്യന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ പൊങ്ങി വന്ന മറ്റൊരു ഡൈനാസ്റ്റിയാണ് ഗുപ്തന്മാർ. ഇതാണ് ഗുപ്ത ഡൈനാസ്റ്റി. അതിൻ്റെ പേര് നമ്മൾ ആ ഒരു കാലഘട്ടം ഗുപ്ത ഏജ് എന്ന് വിളിക്കും. After the decline of the Gupta dynasty, many small kingdoms arose and one such kingdom was Taneshwara ruled by Vardhana dynasty. അപ്പം ഇനി ഗുപ്തന്മാരും കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരുപാട് കുഞ്ഞു കുഞ്ഞു കിങ്ഡംസ് പലയിടങ്ങളിലായിട്ട് പൊങ്ങി വരാൻ തുടങ്ങി. ഒരുപാട് രാജാക്കന്മാരും രാജഭരണവും. അതിനകത്ത് ഒരെണ്ണമായിരുന്നു വൺ സച്ച് കിങ്ഡം വാസ് താനേശ്വര റൂൾഡ് ബൈ വർധന ഡൈനാസ്റ്റി. താനേശ്വരം റൂൾ ചെയ്തിരുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു വർധന ഡൈനാസ്റ്റി. ദി ഗ്രേറ്റസ്റ്റ് റൂളർ ഓഫ് ദിസ് ഡൈനാസ്റ്റി വാസ് ആരായിരുന്നു? ഹർഷവർദ്ധന. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹർഷവർദ്ധന എന്ന് പറയുന്ന രാജാവാണ് വർധന ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് റൂളർ എന്നറിയപ്പെടുന്നത്. ദെൻ ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ശതവാഹനാസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗതമിപുത്ര ശതകർണി, ശതവാഹനാസ്. അപ്പം അവരുടെ ഡിക്ലൈനോടുകൂടി ചാലൂക്യ ആൻഡ് പല്ലവ കെയിം ഇൻ ടു പ്രോമിനൻസ് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പം നമ്മൾ പറഞ്ഞു ശതവാഹനന്മാരുടെ കാലം കഴിഞ്ഞപ്പം അവർ സൗത്ത് ഇന്ത്യ ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷം പൊങ്ങി വന്ന കുറച്ച് കിങ്ഡംസ് ആയിരുന്നു ഇത് ചാലൂക്യന്മാർ, പല്ലവന്മാർ മുതലായവർ. These South Indian kingdoms are well administered and assemblies were also frequent among them. അതായത് ഇവരെന്ന് പറയുന്നത് അത് ചാലൂക്യന്മാരും പല്ലവന്മാരും എല്ലാം തന്നെ എന്തായിരുന്നു? വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് ആയിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് മൗര്യന്മാരുടെ കാലം കഴിഞ്ഞു, ഗുപ്തന്മാർ വന്നു. ഗുപ്തന്മാരുടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും പലതരം കുഞ്ഞു കുഞ്ഞു കിങ്ഡംസ് ഒക്കെ പൊങ്ങി വന്നു. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ടതാണ് താനേശ്വരം റൂൾ ചെയ്തിരുന്ന വർധന ഡൈനാസ്റ്റി. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആരായിരുന്നു? ഹർഷവർദ്ധൻ എന്ന് പറയുന്ന രാജാവ്. ആ സമയത്ത് സൗത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ശതവാഹനന്മാർ. അവരുടെ ഡിക്ലൈനിന് ശേഷം ചാലൂക്യന്മാരും പല്ലവന്മാരും ഒക്കെ സൗത്ത് ഇന്ത്യയിലേക്ക് പൊങ്ങി വരുന്നു. മനസ്സിലായല്ലോ? ഇനി പ്രശസ്തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. പ്രശസ്തി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പറയുന്നത്? പ്രശസ്തരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പറഞ്ഞറിയിക്കുക അല്ലേ? ഗ്രേറ്റസ്റ്റ് റൂളേഴ്സിനെ പറ്റി നമ്മൾ പ്രശസ്തമായ കഥകളൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു സബ്രൂപമാണ് പ്രശസ്തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വി ഓൾ നോ അബൌട്ട് സമുദ്രഗുപ്ത. നമുക്ക് സമുദ്രഗുപ്തയെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? എ ഫേമസ് റൂളർ ഓഫ് ദ ഡൈനാസ്റ്റി നോൺ ആസ് ഗുപ്താസ് ഫ്രം ലോങ് ഇൻസ്ക്രിപ്ഷൻസ്. ഗുപ്തന്മാരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു സമുദ്രഗുപ്തൻ. ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കല്ലിലും കട്ടയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? അദ്ദേഹത്തിൻ്റെ പല പല കാര്യങ്ങൾ, ഈ വീരഗാഥകളൊക്കെ എഴുതി വെക്കും, ഇൻസ്ക്രൈബ് ചെയ്ത് വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ഫോർ എ ലോങ് ഇൻസ്ക്രിപ്ഷൻ ഇൻസ്ക്രൈബ്ഡ് ഓൺ ദി അശോകൻ പില്ലർ അറ്റ് അലഹബാദ്. അപ്പോൾ അലഹബാദിൽ അശോകൻ പില്ലറിനകത്ത് അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു ലോങ് ഇൻസ്ക്രിപ്ഷൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് കമ്പോസ്ഡ് ആസ് എ കാവ്യ ബൈ ഹരിസേന. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരാണ്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഈ കാവ്യം കമ്പോസ് ചെയ്തിരിക്കുന്നത് ഹരിസേന എന്ന് പറയുന്ന ഒരു പോയറ്റാണ്. എ പോയറ്റ് ആൻഡ് മിനിസ്റ്റർ ഓഫ് ദ കോർട്ട് ഓഫ് സമുദ്രഗുപ്ത. ആരുടെ പോയറ്റ് ആയിരുന്നു? ആരുടെ കോർട്ടിലെ പോയറ്റ് ആയിരുന്നു? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തൻ ഏത് ഡൈനാസ്റ്റിയിൽ പെട്ടതായിരുന്നു? ഗുപ്ത ഡൈനാസ്റ്റിയിൽ പെട്ട ആളായിരുന്നു. അദ്ദേഹത്തെ പറ്റിയിട്ട് എവിടെയാണ് ഇൻസ്ക്രിപ്ഷൻ എഴുതി വെച്ചിരിക്കുന്നത്? അലഹബാദിലെ അശോകൻ പില്ലറിലാണ്. ദിസ് ഇൻസ്ക്രിപ്ഷൻ ഈസ് ഓഫ് എ സ്പെഷ്യൽ കൈൻഡ് നോൺ ആസ് പ്രശസ്തി. അപ്പോൾ ഈ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്ന ഒരു പേരാണ്. എന്താണ്? പ്രശസ്തി എന്നറിയപ്പെടും. എ സാൻസ്ക്രിറ്റ് വേർഡ് മീനിങ് ഇൻ പ്രൈസ് ഓഫ്, അതായത് പുകഴ്ത്തി പറയുക എന്നുള്ള സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് പ്രശസ്തി എന്ന് പറയുന്ന വാക്ക് വന്നത്. അപ്പോൾ കാവ്യ, ഹരിസേന, അലഹബാദ് അശോകൻ പിള്ളർ, സമുദ്രഗുപ്തൻ, പ്രശസ്തി, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. റെപ്പറ്റേറ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. സമുദ്രഗുപ്തന്റെ പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇൻ സമുദ്രഗുപ്താസ് പ്രശസ്തി ദ പോയറ്റ് പ്രേസ് ദ കിങ് ഇൻ ഗ്ലോയിങ് ടേംസ് സച്ച് ആസ് എ വാരിയർ, ആസ് എ കിങ് ഹു വോൺ വിക്ടറീസ് ഇൻ എ ബാറ്റിൽ, ഹു ഹാസ് ലേൺ ദ ബെസ്റ്റ് ഓഫ്
best of poets. He is also described as equal to the gods. The പ്രശസ്തി was composed in very long sentences. അപ്പോൾ സമുദ്രഗുപ്തന്റെ പ്രശസ്തിയിലകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? പോയറ്റ് അദ്ദേഹത്തെ പുകഴ്ത്തി പാടുന്നത് അദ്ദേഹം വലിയൊരു വാരിയറാണ്, അതായത് എന്താണ് യുദ്ധം ചെയ്യുന്ന അങ്ങനത്തെ അല്ലേ, ഒരുപാട് വിക്ടറീസ് ബാറ്റിൽ ഫീൽഡിൽ ഒരുപാട് യുദ്ധകളത്തിലൊക്കെ ഒരുപാട് വിക്ടറീസ് ഒക്കെ നേരിട്ട ആളാണ്. അതുപോലെ അദ്ദേഹം നന്നായിട്ട് കവിത എഴുതുന്ന അല്ലെങ്കിൽ കവിത പഠിക്കുന്ന ആളായിരുന്നു, ദൈവത്തിനോട് തുല്യരാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വളരെ ലോങ് സെന്റൻസിലാണ് അദ്ദേഹത്തിന് പ്രശസ്തി എഴുതപ്പെട്ടിരിക്കുന്നത്. ആരാണ് എഴുതിയത്? ഹരിസേന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവി, ഇവിടുത്തെ കോർട്ടിലെ കവി. ഹരിസേന ഡിസ്ക്രൈബ് 4 different kinds of rulers and told us about Samudragupta policies towards them. ഹരിസേന പറയുന്നുണ്ട് 4 തരത്തിലുള്ള റൂളേഴ്സിനെ പറ്റിയിട്ട്. and told us about Samudragupta's policy towards them. അവരോട് സമുദ്രഗുപ്തന്റെ പോളിസി എങ്ങനെയായിരുന്നു പറയുന്നുണ്ട്. The rulers of Aryavarta, where 9 rulers were uprooted and their kingdoms were made a part of Samudragupta's empire. The rulers of Aryavarta, എന്താണ് ആര്യവർദ്ധ എന്ന് പറയുന്ന റൂളേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. where 9 rulers were uprooted, 9 റൂളേഴ്സിനെ പറ്റിയിട്ടാണ്. ആൻഡ് ദർ കിങ്ഡംസ് വെയർ മെയ്ഡ് ഓഫ് എ പാർട്ട് ഓഫ് സമുദ്രഗുപ്ത എംപയർ. ആരുടെ എംപയറിന്റെ പാർട്ടായിട്ടാണ് ഈ 9 പേര് അല്ലെങ്കിൽ 9 റൂളർ എന്ന് പറയുന്നത്, ആര്യവർദ്ധ എന്ന് പറയുന്നത് പൊങ്ങി വന്നത്? സമുദ്രഗുപ്തന്റെ എംപയറിനോട് കൂടിയിട്ട്. ദ റൂളർ ഓഫ് ദക്ഷിണപാദ വേർ 12 rulers surrendered to Samudragupta after being defeated and later he allowed them to rule again. സമുദ്രഗുപ്ത ദക്ഷിണപാത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അതായത് സൗത്ത് ഇന്ത്യയിലേക്കുള്ള പാത എന്നുള്ള രീതിയിലാണ് ദക്ഷിണപാത വന്നത്. അവിടുത്തെ ഏകദേശം 12ഓളം ചെറിയ ചെറിയ രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന റൂളേഴ്സ് സമുദ്രഗുപ്തന്റെ മുമ്പിൽ തോൽക്കപ്പെടുകയും ശേഷം സമുദ്രഗുപ്തൻ എന്ത് ചെയ്തു? അവരെ പിന്നീട് ഒന്നുകൂടെ റൂൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് രാജ്യം തിരിച്ചു കൊടുക്കുകയൊക്കെ ഉണ്ടായി. ശേഷം നോക്കാം ദ ഇന്നർ സർക്കിൾ ഓഫ് ദ നൈബറിംഗ് സ്റ്റേറ്റ്. അതായത് നൈബറിംഗ് സ്റ്റേറ്റിൻ്റെ ഇന്നർ സർക്കിൾ നോക്കുവാണെങ്കിൽ എവിടെയൊക്കെ? ഇൻക്ലൂഡിംഗ് ആസാം, കോസ്റ്റൽ ബംഗാൾ, നേപ്പാൾ ആൻഡ് എ നമ്പർ ഓഫ് ഗണ സംഘാസ് ഇൻ ദ നോർത്ത് വെസ്റ്റ്. ദേ ബ്രോട്ട് ട്രിബ്യൂട്ട്, ഫോളോഡ് ഹിസ് ഓർഡേഴ്സ് ആൻഡ് അറ്റൻഡഡ് ഹിസ് കോർട്ട്. അതായത് ആ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇന്നത്തെ കാലത്തെയാണ്, അത് നേപ്പാൾ, കോസ്റ്റൽ ബംഗാൾ, ആസാം ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ ഗണസംഘങ്ങൾ നോർത്ത് വെസ്റ്റിലെ, ഇതെല്ലാം തന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ നൈബറിംഗ് സ്റ്റേറ്റ് ആയിരുന്നു. ദേ ബ്രോട്ട് ട്രിബ്യൂട്ട്, ഫോളോ ഹിസ് ഓർഡർ ആൻഡ് അറ്റൻഡ് ഹിസ് കോർട്ട്. ഇവരെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓർഡറുകളൊക്കെ അനുസരിച്ച് ഇദ്ദേഹത്തെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം അസംബ്ലീസിലെല്ലാം പങ്കെടുക്കുന്നവരായിരുന്നു. ദ റൂളേഴ്സ് ഓഫ് ദ ഔട്ട്ലൈങ് ഏരിയാസ് പെർഹാവ് ദ ഡിസെൻഡൻസ് ഓഫ് കുഷാനാസ് ആൻഡ് ഷാഖാസ് ആൻഡ് ദ റൂളർ ഓഫ് ശ്രീലങ്ക സബ്മിറ്റഡ് ടു ഹിം ആൻഡ് ഓഫർ ഡോട്ടേഴ്സ് ഇൻ മാരേജ്. അതായത് എന്താണ് ആ സമയത്തുണ്ടായിരുന്ന മറ്റു റൂളേഴ്സിനെ പറ്റിയിട്ടാണ്. കുഷാനന്മാർ, ശാഖ എന്ന് പറയുന്ന മറ്റൊരു ഇതുണ്ടായിരുന്നു. ആൻഡ് ദ റൂളേഴ്സ് ഓഫ് ശ്രീലങ്ക സബ്മിറ്റഡ് ടു ഹിം ആൻഡ് ഓഫർ ഡോട്ടേഴ്സ് ഇൻ മാരേജ്. ശ്രീലങ്കയിലെ റൂളറൊക്കെ അദ്ദേഹത്തോട് എങ്ങനെയായിരുന്നു, അതായത് എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നു, മക്കളെ അതായത് പെൺമക്കളെ കല്യാണം കഴിക്കത്തക്ക രീതിയിലേക്ക് പോലും ഇദ്ദേഹവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ശ്രദ്ധിച്ചു നോക്കുക, ഈ ഒരു പോയിന്റ്സിനകത്ത് സമുദ്രഗുപ്തന്റെ ആ ഒരു പ്രശസ്തിക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ പറ്റിയിട്ട് പറയുന്ന ഒരു ലോങ് സെന്റൻസ് ആണ് അശോകൻ പില്ലർ. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഹരിസേൻ എഴുതിയത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സമുദ്രഗുപ്തന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് സമുദ്രഗുപ്ത പ്രശസ്തി മെൻഷൻ ദ ആൻസിസ്റ്റേഴ്സ് നെയിംസ് സച്ച് ആസ് സമുദ്രഗുപ്ത ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഫാദർ ആൻഡ് മദർ, ഹിസ് മദർ കുമാരദേവി. ശ്രദ്ധിച്ചിരിക്കുക, ആൻസിസ്റ്റേഴ്സിന്റെ പേരൊക്കെ പറയുന്നുണ്ട് ഈ പ്രശസ്തിക്കകത്ത്. അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ, അച്ഛൻ, അമ്മ, അങ്ങനെയുള്ളതല്ല. അദ്ദേഹത്തിന്റെ മദറിന്റെ പേരെന്തായിരുന്നു? കുമാരദേവി. എവിടെ നിന്നുള്ള ആളായിരുന്നു? ലിച്ചാവി ഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു കുമാരദേവി. അവരുടെ മകനാണ് സമുദ്രഗുപ്തൻ. വൈൽ ഹിസ് ഫാദർ ചന്ദ്രഗുപ്ത വാസ് ദ ഫസ്റ്റ് റൂളർ ഓഫ് ദ ഗുപ്ത ഡൈനാസ്റ്റി. ചന്ദ്രഗുപ്ത എന്ന് പറയുന്ന ഫസ്റ്റ് റൂളർ ഓഫ് ദ ഗുപ്ത ഡൈനാസ്റ്റി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫാദർ, ഹു അഡോപ്റ്റഡ് ദ ഗ്രാൻഡ് ടൈറ്റിൽ ഓഫ് മഹാരാജാധിരാജ, എ ടൈറ്റിൽ ദാറ്റ് സമുദ്രഗുപ്ത ഓൾസോ യൂസ്ഡ്. അപ്പം മഹാരാജാധിരാജ എന്ന് പറയുന്ന ടൈറ്റിൽ ആദ്യമായി സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ചന്ദ്രഗുപ്തനായിരുന്നു. ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ്, എങ്കിലും യഥാർത്ഥ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. ഞാൻ പിന്നീട് പറയാം. അമ്മ ആരായിരുന്നു? കുമാരദേവി, ബിലോങ് ടു ദി ലിച്ചാവി ഗണ. മനസ്സിലാവുന്നുണ്ടോ? സമുദ്രഗുപ്ത ഫിഗേഴ്സ് ഇൻ ദ ജനറൽസിസ് ഓഫ് ലേറ്റർ റൂളേഴ്സ് ഓഫ് ദ ഡൈനാസ്റ്റി സച്ച് ആസ് ഹിസ് സൺ ചന്ദ്രഗുപ്ത ടു. ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഹി ലീഡ് ആൻ എക്സ്പെഡിഷൻ ടു വെസ്റ്റേൺ ഇന്ത്യ where he overcame the last of Shaga. According to later belief, his court was full of learned people including Kalidasa the poet, Aryabhatta the astronomer. അപ്പോൾ ഇനി നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ചന്ദ്രഗുപ്തൻ രണ്ടാമനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ആ സമയത്ത് ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഒരുപാട് അതായത് ഇദ്ദേഹത്തെ തോപ്പിച്ചിട്ടുള്ള യുദ്ധങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ കോർട്ടിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം,
കാളിദാസനെ എല്ലാവർക്കും അറിയാമല്ലോ, അഭിജ്ഞാന ശാകുന്തളമൊക്കെ എഴുതിയ കാളിദാസൻ ആരുടെ കോർട്ടിലുണ്ടായിരുന്നതാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ആളാണ്. അതുപോലെ ആര്യഭട്ടൻ, ജ്യോതിഷക്കാരനായിട്ടുള്ള ആര്യഭട്ടൻ ആരുടെ കോർട്ടിലുള്ളതായിരുന്നു? നമ്മുടെ ചന്ദ്രഗുപ്തൻ സെക്കൻഡിൻ്റെ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഹർഷവർദ്ധനെ പറ്റിയിട്ടും ഹർഷചരിത എന്ന് പറയുന്ന ടെക്സ്റ്റിനെ പറ്റിയിട്ടുമാണ്. ഹർഷവർദ്ധന ഹു റൂൾഡ് നിയർലി, ഏകദേശം ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഹർഷവർദ്ധന. ആൻഡ് ഹിസ് ബയോഗ്രഫി വാസ് റിട്ടൺ ബൈ ഹിസ് കോർട്ട് പോയറ്റ് ബാണഭട്ട. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എഴുതിയത് ആരായിരുന്നു? ബാണഭട്ടനാണ്. അതാണ് സംസ്കൃതത്തിലാണ് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എഴുതിയിരിക്കുന്നത്. ഹി വാസ് നോട്ട് ദ എൽഡസ്റ്റ് സൺ ഓഫ് ഹിസ് ഫാദർ ബട്ട് ബിക്കമിങ് കിങ് ഓഫ് താനേശ്വർ ആഫ്റ്റർ ബോത്ത് ഓഫ് ഹിസ് ഫാദർ ആൻഡ് എൽഡർ ബ്രദേഴ്സ് ഡൈഡ്. അതായത് മൂത്ത മോനൊന്നും അല്ലെങ്കിൽ പോലും താനേശ്വരം ഭരിച്ചു. അതിന് ശേഷം ആഫ്റ്റർ ബോത്ത് ഓഫ് ഹിസ് ഫാദർ എൽഡർ, അദ്ദേഹത്തിൻ്റെ മൂത്ത ചേട്ടനും അച്ഛനൊക്കെ മരിച്ചതിന് ശേഷം താനേശ്വരത്തിൻ്റെ രാജാവായിട്ട് മാറുന്നു. ഹിസ് ബ്രദർ ഇൻ ലോ റൂൾഡ് കനൗജ്. അദ്ദേഹത്തിൻ്റെ ബ്രദർ ഇൻ ലോ എവിടെ ഭരിച്ചിരുന്നു? കനൗജ് ഭരിച്ചിരുന്നു. ഹു വാസ് കിൽഡ് ബൈ ദ റൂളർ ഓഫ് ബംഗാൾ. ഇതൊരു സ്റ്റോറിയാണ് കേട്ടോ. ഈ സ്റ്റോറിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ കനൗജ് ഭരിച്ചിരുന്നത് ബ്രദർ ഇൻ ലോ ആയിരുന്നു. അദ്ദേഹത്തെ ആര് കൊല്ലുന്നു? ബംഗാളിലെ റൂളർ കൊല്ലുന്നു. ഹർഷ ടുക്ക് ഓവർ ദ കിങ്ഡം ഓഫ് കനൗജ് ആൻഡ് ദെൻ ലീഡ് ആൻ ആർമി അഗൈൻസ്റ്റ് ദ റൂളർ ഓഫ് ബംഗാൾ. ശേഷം ബ്രദർ ഇൻ ലോ മരിച്ചതിന് ശേഷം ഹർഷൻ എന്ത് ചെയ്യുന്നു? കനൗജ് പിടിച്ചെടുക്കുകയും റൂളറിനെതിരെ ആർമിയോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നു. ഹർഷ വാസ് സക്സസ്ഫുൾ ഇൻ ദ ഈസ്റ്റ് ആൻഡ് കൺക്വേർഡ് ദ ബോത്ത് മഗധ ആൻഡ് ബംഗാൾ. ഇമ്പോർട്ടൻ്റ് ആണ്. മഗധ വളരെ വലിയൊരു മഹാജനപദമാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഹർഷവർദ്ധനൻ അല്ലെങ്കിൽ ഹർഷ എന്ന് ചുരുക്കപ്പേര്, ഹർഷവർദ്ധനൻ ഈസ്റ്റ് മുഴുവൻ പിടിച്ചെടുത്തു. കൂട്ടത്തിൽ മഗധയും ബംഗാളും പിടിച്ചെടുക്കുകയും ഹി ട്രൈ ടു ക്രോസ് ദ നർമദ ടു മാർച്ച് ഇൻ ദ ഡെക്കാൻ ബട്ട് വാസ് സ്റ്റോപ്ഡ് ബൈ ദ റൂളർ ബിലോങ്ങിങ് ടു ദ ചാലൂക്യ ഡൈനാസ്റ്റി പുലകേശിൻ II. സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതൊക്കെ. എന്ത് ചെയ്തു? ഇദ്ദേഹം നർമ്മദ ക്രോസ് ചെയ്ത് ഡെക്കാനിലേക്ക് കടക്കാൻ പോയപ്പോൾ ഇദ്ദേഹത്തെ തടഞ്ഞ റൂളറായിരുന്നു ആര്? ചാലൂക്യ ഡൈനാസ്റ്റിയിലെ പുലകേശിൻ II. ഇമ്പോർട്ടൻ്റ് ആണ്, ചാലൂക്യ ഡൈനാസ്റ്റിയിലെ പുലകേശിൻ II. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് പല്ലവന്മാരും ചാലൂക്യാസ് പുലകേശിൻ്റെ പ്രശസ്തിയെ പറ്റിയിട്ടാണ്. ആരായിരുന്നു പല്ലവാസ്, ആരാണ് ചാലൂക്യ, ആരാണ് പുലകേശിൻ II എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. During this period, the Pallavas, Chalukyas were the most important ruling dynasties in South India. അപ്പോൾ ഹർഷവർദ്ധൻ്റെ അതേ കാലത്ത് തന്നെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന റൂളേഴ്സ് ആയിരുന്നു പല്ലവന്മാരും ചാലൂക്യന്മാരും. The kingdom of Pallavas spread from the region around their capital Kanchipuram to the Kaveri Delta. പല്ലവന്മാരുടെ കിങ്ഡം അല്ലെങ്കിൽ റീജിയൻ എവിടം തൊട്ട് എവിടം വരെ ആയിരുന്നു? their capital എന്ന് പറയുന്നത് കാഞ്ചീപുരം ആയിരുന്നു. എവിടം വരെ? കാവേരി ഡെൽറ്റ വരെ. that of the Chalukyas was centered around the Raichur though between the rivers Krishna and Tungabhadra. തുംഗഭദ്രയ്ക്കും കൃഷ്ണയ്ക്കും ഇടയ്ക്കുള്ള ആ ഒരു സ്ഥലം, അവിടെ വരെ ആയിരുന്നു ചാലൂക്യന്മാരുടെ സെൻറ്റർ എന്ന് പറയുന്നത്. ഐഹോൾ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ചാലൂക്യ. ഇമ്പോർട്ടൻ്റ് ആണ്. ഐഹോൾ ആയിരുന്നു ചാലൂക്യന്മാരുടെ ക്യാപിറ്റൽ. അതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏൻഷ്യൻ ഹിസ്റ്ററിയിലെ ഒരു ട്രേഡിംഗ് സെൻറ്റർ തന്നെ ആയിരുന്നു. ഇറ്റ് ഡെവലപ്ഡ് ആസ് എ റിലീജിയസ് സെൻറ്റർ. അത് പിന്നീട് ഒരു മതപരമായിട്ടുള്ളൊരു സെൻറ്ററായിട്ട് വളർന്നു വന്നു. ഇത് നമ്പർ ഓഫ് ടെമ്പിൾസ്, ഇപ്പോഴും നിലനിൽക്കുന്ന പല ടെമ്പിൾസ് ഒക്കെ ഇവരുടെ കാലത്താണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പുലകേശിൻ II വാസ് ദ ബെസ്റ്റ് നോൺ ചാലൂക്യ റൂളർ. ഹിസ് പ്രശസ്തി വാസ് കമ്പോസ്ഡ് ബൈ ഹിറ്റ് കോർട്ട് പോയറ്റ് രവി കീർത്തി. റെപ്പറ്റേറ്റീവായിട്ട് UPSCക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പുലകേശിൻ IIൻ്റെ ആ പ്രശസ്തി എഴുതിയ ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ കോർട്ട് പോയറ്റായിട്ടുള്ള രവി കീർത്തി. രവി കീർത്തി ആരുടെ കോർട്ട് പോയറ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. വിച്ച് ടോക്ക് അബൌട്ട് ഹിസ് ആൻസസ്റ്റേഴ്സ് ഹു വെർ traced back through 4 generations from father to son. അവരുടെ ആൻസിസ്റ്റേഴ്സ് ആയിട്ട് തന്നെ 4-5 ജനറേഷനോളം ഫാദർ സണ്ണ് അങ്ങനെ ഭരിച്ചു പോന്നിരുന്നു. അക്കോർഡിംഗ് ടു രവികീർത്തി ഹി ലീഡ് എക്സ്പെഡിഷൻ അലോങ് ബോത്ത് ദ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് കോസ്റ്റ്. അപ്പോൾ രവികീർത്തിയുടെ ഭാഷയിലൂടെയാണ് നമ്മൾ ഇദ്ദേഹത്തെ പറ്റിയിട്ട് അറിയുന്നത്. അപ്പോൾ എന്താണ്? അദ്ദേഹം വെസ്റ്റ് തൊട്ട് ഈസ്റ്റ് കോസ്റ്റ് വരെ പിടിച്ചടക്കി. ബിസൈഡ് ഹി ചെക്ക് ദ അഡ്വാൻസ് ഓഫ് ഹർഷ. ദർ ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്ലേ ഓഫ് വേർഡ്സ് ഇൻ ദ പോയം. ഹർഷ മീൻസ് ഹാപ്പിനെസ്. ദ പോയറ്റ് സേസ് ദാറ്റ് ആഫ്റ്റർ ദിസ് ഡിഫീറ്റ് ഹർഷ വാസ് നോ ലോങ്ങർ ഹർഷ. അതായത് ഹർഷയെ തോപ്പിച്ചു, സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ നർമ്മദ ക്രോസ് ചെയ്യാൻ പോയപ്പം. അപ്പം ഹർഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു ഡിഫീറ്റിന് ശേഷം ഹർഷന് വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു എന്ന് കവി എഴുതിയതായിട്ട് പലയിടത്തും പറയുന്നുണ്ട്. ലാൻഡ് റവന്യൂ റിമൈൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ വില്ലേജ് റിമൈൻ ദ ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ആ സമയത്ത് ഇവിടുത്തെ ലാൻഡ് റവന്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്നത്. അതായത് വില്ലേജ് ആണ് ബേസിക് യൂണിറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ. ബട്ട് ന്യൂ ഡെവലപ്മെൻറ്റ് വെർ ഓൾസോ ഇൻട്രൊഡ്യൂസ്. കിങ്സ് അഡോപ്റ്റഡ്
a number of steps to win the support of men who were powerful either economically or socially or because of their political and military strength. For instance, some important administrative posts were hereditary. Sometimes one person held many offices. Besides, important men probably had a say in local administration. അപ്പോൾ അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുമ്പോൾ കുറേ ആദ്യമൊക്കെ എന്ന് പറയുന്നത് എന്തായിരുന്നു, ബേസിക് യൂണിറ്റ് ആയിട്ട് വില്ലേജിൽ നിന്നുള്ള അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. പിന്നീട് ഇത് വളർത്തിയെടുക്കാൻ തുടങ്ങി. അതായത് എക്കണോമിക്കലി നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള, സോഷ്യലി നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഇവരോട് കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് രാജാവ് ക്ഷണിക്കുകയും അങ്ങനെ ഇവർക്ക് കുറച്ച് പോസ്റ്റുകളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ചില പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മന്ത്രിമാരെന്ന് പറയുന്നത് മന്ത്രിയുടെ മോനെ ആയിരിക്കും അടുത്ത മന്ത്രിയാക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഹെറിഡിറ്ററി ആയിട്ട് കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ന്യൂ കൈൻഡ് ഓഫ് ആർമിയെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. കിങ്സ് മെയിൻറ്റെയിൻ എ വെൽ ഓർഗനൈസ്ഡ് ആർമി വിത്ത് എലിഫൻസ്, ചാരിയോട്സ്, കാവലറി ആൻഡ് ഫുഡ് സോൾജേഴ്സ്. അപ്പോൾ ഈ കിങ്സിനെല്ലാം തന്നെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർമി ഉണ്ടായിരുന്നു. ആനകളും അതുപോലെ രഥങ്ങളും കാവലറിയും അതായത് സാധാരണ സോൾജേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാം ഉണ്ടായിരുന്നു. മിലിറ്ററി ലീഡേഴ്സ് പ്രൊവൈഡഡ് കിങ്സ് വിത്ത് ട്രൂപ്സ് വെനെവർ ഹി നീഡഡ് ദം ബട്ട് ദേ വെയർ നോട്ട് പെയ്ഡ് റെഗുലർ സാലറീസ്. അപ്പം അവർക്ക് ഓരോ ട്രൂപ്പൊക്കെ ഉണ്ട്, പക്ഷേ റെഗുലർ ആയിട്ടുള്ള സാലറി കൊടുപ്പൊന്നുമില്ല. ഇൻസ്റ്റെഡ് ഓഫ് സാലറി സം ഓഫ് ദം റിസീവ് ഗ്രാൻഡ്സ് ഓഫ് ലാൻഡ്. സാലറിക്ക് പകരം എന്താണ്, ലാൻഡായിട്ട് കൊടുക്കും. ദേ കളക്റ്റഡ് റവന്യൂ ഫ്രം ദ ലാൻഡ് ആൻഡ് യൂസ് ദിസ് ടു മെയിൻറ്റെയിൻ സോൾജേഴ്സ് ആൻഡ് ഹോഴ്സസ് ആൻഡ് പ്രൊവൈഡ് എക്യുപ്മെന്റ് ഫോർ വാർഫെയർ. ദീസ് മെൻ വെർ നോൺ ആസ് സാമന്താസ്. അപ്പോൾ ഇവർക്ക് ലാൻഡ് കൊടുത്തിട്ട് അവിടെ നിന്നും ടാക്സ് പിരിച്ചെടുക്കാൻ പറയാം അല്ലേ. അവിടെ നിന്നും കിട്ടുന്ന ടാക്സിൻ്റെ ഒരു പാതി ഇവർക്ക് കൊടുക്കുക അല്ലേ. അതുപോലെ ദ കളക്റ്റഡ് റവന്യൂ ഫ്രം ദ ലാൻഡ്, ആ ലാൻഡിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ഇവർക്ക് സാലറി ആയിട്ട് കൊടുക്കും. അതുപോലെ ബാക്കി എടുത്തിട്ടാണ് സോൾജേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഹോഴ്സിനെയും അല്ലെങ്കിൽ വാർഫെയർ ഒക്കെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏൽപ്പിക്കത്തില്ല, ലാൻഡ് ഏൽപ്പിക്കുന്നവരെ വിളിച്ചിരുന്ന പേരാണ് സാമന്താസ് എന്ന് വിളിച്ചിരുന്നത്. ദെൻ അസംബ്ലീസ് ഇൻ ദ സദേൺ കിങ്ഡം. സദേൺ കിങ്ഡത്തിന്റെ അസംബ്ലീസിനെ പറ്റി പറയുകയാണെങ്കിലോ, ദ ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് പല്ലവ മെൻഷൻ എ നമ്പർ ഓഫ് ലോക്കൽ അസംബ്ലീസ് വിച്ച് ഇൻക്ലൂഡഡ് ദ സഭ, an assembly of Brahmin landowners. This assembly functions through sub-committees which looked after irrigation, agriculture operation, making roads, local temple, etc. There was a village assembly found in areas where the landowners were not Brahmins and the Nagaram was an organization of merchants. അപ്പോൾ അസംബ്ലീസ്, സൗത്ത് ഇന്ത്യൻ കിങ്ഡത്തിൻ്റെ അസംബ്ലീസിനെ പറ്റി പറയുമ്പോൾ ഇൻസ്ക്രിപ്ഷൻ, പല്ലവന്മാരുടെ ഇൻസ്ക്രിപ്ഷനകത്ത് കുറേ ലോക്കൽ അസംബ്ലീസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സഭ എന്നാണ് അവർ വിളിച്ചിരുന്നത്. അസംബ്ലീസ് ഓഫ് ബ്രാഹ്മൺ ആയിട്ടുള്ള ലാൻഡ് ഓണേഴ്സ് അവർ വെച്ചിട്ട് അസംബ്ലി ചെയ്തിരുന്നു. ദീസ് അസംബ്ലീസ് ഫംഗ്ഷൻ ത്രൂ സബ് കമ്മിറ്റികളിലൂടെയായിരുന്നു അസംബ്ലീസ് നടത്തിയിരുന്നത്. വിച്ച് ലുക്ക്ഡ് ആഫ്റ്റർ ഇറിഗേഷൻ, അതായത് ഇറിഗേഷന് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓപ്പറേഷൻസിനും റോഡ് നിർമ്മാണത്തിനും ലോക്കൽ ടെമ്പിൾ നിർമ്മാണത്തിനും ഒക്കെ ശേഷം. ദെർ വാസ് എ വില്ലേജ് അസംബ്ലി ഫൗണ്ട് ഇൻ ഏരിയാസ് വേർ ദ ലാൻഡ് ഓണേഴ്സ് വെർ നോട്ട് ബ്രാഹ്മിൻസ്. വില്ലേജ് അസംബ്ലി ഉണ്ട് എവിടെ, ലാൻഡ് ഓണേഴ്സ് ബ്രാഹ്മിൻസ് അല്ലാത്തടത്ത് വില്ലേജ് അസംബ്ലി ഉണ്ട്. നഗരം എന്ന് പറയുന്നത് അന്ന് എന്താണ്, ഓർഗനൈസേഷൻ ഓഫ് മർച്ചൻസിന്റെ ഓർഗനൈസേഷനെ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു നഗരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓർഡിനറി പീപ്പിൾ ഇൻ കിങ്ഡംസ്. എങ്ങനെയായിരുന്നു അവരുടെ ഓർഡിനറി പീപ്പിൾസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കാളിദാസ വാസ് നോൺ ഫോർ ഹിസ് പ്ലേ depicting life in the king's court. And interesting features about these plays is that the king, the most Brahmins are shown as speak in Sanskrit, while women and men other than the kings and Brahmins use Prakrit. His most famous play, Abhignana Shakuntalam, is a story of love between a king named Dushyanta and a young woman named Shakuntala. അപ്പം ഓർഡിനറി പീപ്പിൾസിനെ പറ്റി പറയുന്ന സമയത്ത് എന്താണ്, അതായത് ബ്രാഹ്മിൻസ് ഒക്കെ എന്ന് പറയുന്നത് അന്നത്തെ സമയത്ത് ഈ കാളിദാസന്റെ കൃതികളിൽ കൂടെയാണ് അതിനെപ്പറ്റി പറയുന്നത്. ബ്രാഹ്മിൻസ് ഒക്കെ സംസ്കൃതമാണ് സംസാരിക്കുന്നത്. വൈൽ വുമൺ ആൻഡ് മെൻ അതർ ദാൻ ദ കിങ്, അതായത് കിങ് അല്ലാത്ത വുമണും മെന്നും ഒക്കെ എന്ന് പറയുന്നത്. ആൻഡ് ബ്രാഹ്മിൻസ് അല്ലാത്തവർ യൂസ് ചെയ്യുന്ന ഭാഷ ഏതാണ്, പ്രാകൃത ഭാഷയാണ്. ഇസ് മോസ്റ്റ് ഫേമസ് പ്ലേ, അത് നമ്മൾ ഓൾറെഡി അറിയാവുന്നൊരു കാര്യം. അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത് ഈ സമയത്ത് കാളിദാസൻ എഴുതിയ ഒരു പ്ലേ ആണ്. അതിനകത്ത് ആരാണ് നായകനും നായികയും എന്നൊക്കെ നമുക്കറിയാം അല്ലേ. ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ളൊരു ലവ് സ്റ്റോറിയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് പല കാര്യങ്ങളും, അന്നത്തെ സമൂഹത്തെ പറ്റി നടന്ന പല കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നല്ല രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല നോട്ടുമാണിത്. അപ്പം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് 1-2 ചാപ്റ്റേഴ്സും കൂടെ മാത്രമേ ഈ ഒരു സെക്ഷനകത്തുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ 6th ക്ലാസ്സിലെ ഹിസ്റ്ററി കഴിയുന്നതായിരിക്കും. അപ്പം നല്ല രീതിയിൽ ഫോളോ ചെയ്തു പോകുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഏഷ്യൻ ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻഡെപ്ത് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.